ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ ഇവിടെ സമയം 6:45 സാറ്റർഡേ മോർണിംഗ് ആണ്. ഇന്ന് എനിക്ക് 7 to 2:30 പെർമനൻറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഇതെന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത ഷിഫ്റ്റാണ്. ചിരിക്കുമ്പോൾ എനിക്ക് അത്ര നല്ല സന്തോഷമൊന്നുമില്ല. ഭയങ്കര മടിയാണ് പോകാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് നല്ല ചുമയുണ്ട്. കാണുമ്പോൾ എന്നെ കാണാൻ അസുഖമൊന്നുമില്ലെങ്കിലും അകത്ത് നല്ല ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യമെന്ന് പറഞ്ഞാൽ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ചന്ദ്രനൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിലെത്തി. ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ബ്രേക്ക് ടൈമിൽ എടുത്തതാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിന്ന് അധികം തണുപ്പില്ലാത്തതുകൊണ്ട് പുറത്തിരുന്നാണ് എൻ്റെ ഫസ്റ്റ് ടീ ബ്രേക്ക് എടുത്തത്. പിന്നെ ലഞ്ച് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. പിന്നെ അകത്ത് തന്നെയായിരുന്നു. ഒരു 3 o'clock ആയപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെത്തി. 3:30 ആയപ്പോൾ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ക്ലാസ് ഒരു 6:30 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ശുക്കൂർ എന്നോട് ചോദിക്കുന്നു ബജി കഴിക്കാൻ കൊതിയാവുന്നു. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ മുട്ടയാണുള്ളത്, എന്നാൽ മുട്ട കൊണ്ട് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ വർക്കിലായിരുന്നു. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് മുട്ട ബജിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോപ്പർ നമ്മുടെ നാടൻ കടലമാവൊന്നല്ല. കടലമാവ് വാങ്ങണമെങ്കിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് പോയിട്ട് വേണം വാങ്ങാൻ. അതുകൊണ്ട് അതുപോലെയുള്ളൊരു പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശുക്കൂറിന് വരാൻ സമയമായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബജിയും പിന്നെ ഒരു ഗ്ലാസ് ചായ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടാണ് പുള്ളീനെ വിളിക്കാൻ വേണ്ടി പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുള്ളിക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നും. വരുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി ഏതെങ്കിലും കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്തെടുത്തത്. എനിക്ക് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പനിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ, പുറത്തുനിന്നൊന്നും കഴിക്കാൻ ഒരു മൂഡില്ല. അതുകൊണ്ടാണ് എനിക്ക് വയ്യെങ്കിലും ഞാനിത് ഉണ്ടാക്കിയത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പനി തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനും ഇല്ല. ഇന്നിപ്പോൾ കഴിക്കാൻ ഇപ്പോഴത്തേക്കും ഇല്ല, ഇനി അടുത്ത ദിവസത്തേക്കും ഇല്ല. അപ്പോൾ ശുക്കൂർ പറഞ്ഞു എന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ചോറും കറികളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തലേന്ന് ഞാൻ വാങ്ങി വെച്ച ക്യാരറ്റ്, ബീട്രൂട്ട്, പാവയ്ക്ക, വഴുതനങ്ങ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് തൈരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ചോറെല്ലാം അടുപ്പത്തിട്ടു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. പൊതുവേ ഇത് ഞാൻ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയാണ്. പിന്നെ ഭയങ്കര ബോറിങ്ങാണ്. വീക്കെൻഡാണ്, ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ ശുക്കൂർ എന്നോട് ചോദിക്കും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനങ്ങനെ ഭയങ്കര പെർഫെക്റ്റായിട്ടൊന്നും വെജിറ്റബിൾ കട്ട് ചെയ്യില്ല. എൻ്റെ ഒരു കഷ്ണം ത്രികോണത്തിലാണെങ്കിൽ മറ്റേത് സ്ക്വയറായിരിക്കും, പിന്നെ സർക്കിളായിരിക്കും, അതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ ശുക്കൂർ നല്ല ഭംഗിക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റ ദിവസം തന്നെ കഴിക്കാനുള്ള കറിയൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒരു 3-4 ദിവസത്തേക്ക് ഉണ്ടാവും ഈ കറികളെല്ലാം. പിന്നെ ഉണ്ടാക്കുന്ന ദിവസം തന്നെ ഞങ്ങൾ ചിലപ്പോൾ എല്ലാ കറികളും ഇഷ്ടമുള്ളത് കഴിക്കും. പക്ഷേ പിറ്റേ ദിവസങ്ങളിൽ ഒരു തോരനൊക്കെ എടുത്ത് പിന്നെ കറിയുടെ ഒപ്പം അങ്ങനെയൊക്കെയാണ് പോവാറ്. ഞാൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് വെജിറ്റബിൾ ചോപ്പറിലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. എന്നാൽ പോലും ഞാൻ നല്ല സ്ലോ ആണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരോട് ചെയ്തപ്പോൾ പണികൾ, അതായത് ഈ കട്ടിംഗ് ആണ് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയല്ല. പക്ഷെ അതെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണല്ലോ അടുക്കളയിൽ നിൽക്കാറ്. പിന്നെ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷമായിരിക്കും. അങ്ങനെ ഞാൻ 2 സെപ്പറേറ്റ് തോരനായിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ മോരുകറിയാണ് ചോറിൻ്റെ കൂടെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്യാരറ്റും ബീട്രൂട്ടും ഇവിടെ എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നൊരു തോരനാണ് കേട്ടോ. പാവയ്ക്ക എനിക്കും ശുക്കൂറിനും വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷേ പച്ചക്കറി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ എന്നുള്ള രീതിയിൽ പാവയ്ക്ക വാങ്ങി കഴിക്കാറുണ്ട്. ചില സമയത്ത് ഇതിന് ഭയങ്കര കയ്പ്പായിരിക്കും. ചില സമയത്ത് ഇത് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്പ്പൊക്കെ മാറി നല്ല ടേസ്റ്റ് ആവാറുണ്ട്.
ഇന്ന് നല്ല മടിയായതുകൊണ്ട് തന്നെ വഴുതനങ്ങ സെപ്പറേറ്റ് തോരൻ വയ്ക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ക്യാരറ്റ് ബീട്രൂട്ട് തോരനിൽ ഞാൻ എരിവിന് കുരുമുളകാണ് ഇട്ടത്. എന്നാൽ പാവയ്ക്കും വഴുതനങ്ങയുടെ തോരനിന് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയാണ് ഇട്ടത്. ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് വയ്ക്കാറ്. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം എഗ് പ്ലാന്റ് ഫ്രൈ. ഇത് ഫ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെങ്കിലും അത് ഞങ്ങൾക്ക് ഒട്ടും തികയില്ല. അതുകൊണ്ട് ഞാനത് മോരുകറിയിലിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുക്കൂറിന് ഇഷ്ടമുള്ള സാൽമൺ തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് ഷുക്കൂർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ അപ്പോഴത്തേക്ക് ടയേർഡായി. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഉണ്ടാക്കാമെന്ന്. കാരണം ഇത് പുള്ളി ഉണ്ടാക്കിയാലേ ആണ് നല്ലത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്ര രസമാവാറില്ല. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മരുന്നും ചോറും ഒരു പ്ലേറ്റ് ചോറും കറികളെല്ലാം കഴിച്ചു. ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് എൻ്റെ ഫ്രണ്ട് ചിന്നു, അവളുടെ ഹസ്ബൻഡ് കെവിൻ ചേട്ടനും മാടമ്പള്ളി ഹൗസിൽ വരുമെന്ന് പറഞ്ഞു. വിളിച്ചിട്ടുണ്ടായിരുന്നു വരാവോ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളൊരു 10 മണിയായപ്പോഴത്തേക്കും ചിന്നുവിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അപ്പോൾ ചിന്നു ഇത്തവണ പുതിയ നെയിൽസൊക്കെ ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനെ പുതിയ നെയിൽസൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവളുടെ പുതിയ നെയിൽസൊക്കെ കാണുന്നതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഷുക്കൂറും നല്ല ടയേർഡാണ്. ഇങ്ങനെയൊന്നും വരാനൊന്നും നമുക്ക് ഒട്ടും വയ്യ. പക്ഷെ ഇപ്പോൾ ഈ ആഴ്ച നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇവർ വരുന്നത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് അവളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോഴത്തേക്കും അവിടെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് മൂടായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചായ ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് പഞ്ചസാര ഇല്ലയെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആൻസിമോൾ പഞ്ചസാരയൊക്കെ ഫൈൻഡ് ചെയ്ത് തന്നു. പിന്നെ അതെല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് 2 ട്രിപ്പ് ചായ ഉണ്ടാക്കിയപ്പോഴാണ് എല്ലാവർക്കും തികഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ബാച്ചിലർ ഹൗസ് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് പലവരുടെ ഭാര്യമാരൊക്കെ വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവരെയും കൂട്ടുകയാണെങ്കിൽ 30 പേരുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുക്കിങ്ങും, വീക്കെൻഡാണ് കൂടുതൽ വരാറ്, കുക്കിങ്ങും ഗെയിംസും പിന്നെ അങ്ങോട്ടും കൂടി ഇടിയും തമാശയും വഴക്കും എല്ലാം ഉണ്ടാവാറുണ്ട്. ഈ വീടിനെ നമ്മൾ വിളിക്കുന്നത് മാടമ്പള്ളി എന്നാണ്. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് ഷൈസൻ, ആൻസിമോൾ, രാമൻ, PGK, ജോജി ചേട്ടൻ ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വീട്ടിൽ അറ്റാച്ച്ഡായിട്ട് 35 പേരോളം ഉണ്ട്. പക്ഷെ എല്ലാവരും മിക്കവരും തന്നെ പല സ്റ്റേറ്റിലായിട്ട് ജോലി സംബന്ധമൊക്കെ ആയിട്ട് മാറി താമസിക്കുകയാണ്. പക്ഷെ അവരൊക്കെ ഒരു ദിവസം ഇങ്ങോട്ട് വരും. അവരെപ്പോഴെങ്കിലൊക്കെ ജീലോങ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പോൾ ഇന്ന് PGK ലൈവായിട്ട് പോർക്ക് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കി എല്ലാവർക്കും ഒരു ട്രിപ്പ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവർ പറയുന്നത് അവർക്കും വേണമെന്ന്. അപ്പോൾ അവർക്കും കൊടുത്തു. അങ്ങനെ 2 തവണ ചായ ഉണ്ടാക്കി. ഇവിടെ വിന്ധ്യ, ആൻസിമോൾ ക്യാരംസ് കളി, ആനിമോൾ ചട്ടിയിൽ ചോറിട്ട് വയ്ക്കുന്നു. പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് PGK ഗേൾസിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ക്യാരംസ് കളിക്കാൻ വേണ്ടി കൂട്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് രാമൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് കൊണ്ടുവരുന്നത്. ബർഗറും ചിപ്സും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഷുക്കൂർ ഫുഡ് കഴിച്ചാണ്. അപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഫാസ്റ്റ് ഫുഡ് കാണുമ്പോഴത്തേക്ക് ഷുക്കൂറിന് ഭയങ്കര കൊതി കയറിയിട്ട് അതിനകത്തുനിന്ന് ബർഗർ എടുത്ത് കഴിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഈ ഫുഡിന് വേണ്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആനിമോൾ നേരത്തെ ചട്ടിയിൽ ചോറിട്ട് കഴിച്ചാണ്. പക്ഷെ അവൾ വീണ്ടും ബർഗർ കണ്ടപ്പോൾ അതിനകത്തേക്ക് പോയി. അതുപോലെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പോർക്ക് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും എല്ലാവരും കഴിക്കും. പിന്നെ ചായ അതിൻ്റെ കൂടെ കഴിക്കും. ഇതുപോലെയാണ് ഇവിടെ എത്ര ഫുഡ് ഉണ്ടാക്കിയാലും അതങ്ങ് തീർന്നു പോയിക്കോളും. ബർഗറിന് പുറമെ പോർക്ക് ഫ്രൈ റെഡിയാണെങ്കിലും ഇതൊക്കെ ആർക്കും എവിടെ എത്തില്ല കേട്ടോ. ഇവിടെ കുറേ പേര് ഓരോ ഗെയിംസിലും ഓരോ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആണ്. എനിക്ക് ക്യാരംസ് കളിക്കാൻ അറിയില്ല, എന്നാലും അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. PGK ക്യാരംസ് ആൻഡ് കുക്കിംഗ് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്കഷനാണ് ഷൈസനും ജോജി ചേട്ടനും ഷുക്കൂറും കൂടിയിട്ട്. അതിനിടയ്ക്ക് കെവിൻ ചേട്ടനും രാമനും ഫിഫ കളിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും എൻഗേജ്ഡ് ആണ്. പറ്റുമ്പോഴൊക്കെ ഇവിടെ വീക്കെൻഡ് വരാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ എല്ലാവരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ ഉള്ളവരാണ്. ചിലവർക്ക് ഫിഫ കളിക്കാനാണ് ഇഷ്ടം, ചിലവർ ഇടികൂടും, തമാശ പറയും, ക്യാരംസ് കളിക്കും, അതുകൂടാതെ ചീട്ട് കളിക്കും, യൂനോ കളിക്കും. ചിലവരൊന്നും ചെയ്യാതെ വെറുതെ ഫോണിൽ നോക്കിയിരിക്കും.
ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹോബീസ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീക്കിലെ ബിസി ലൈഫ് കഴിഞ്ഞാൽ നമ്മൾ തറവാട്ടിലൊക്കെ വരുന്ന ഒരു ഫീലാണ് ഇവിടെ. പക്ഷേ ആദ്യം കാണുന്ന സ്നേഹമൊക്കെ പിന്നെ അടിയിലേക്കാണ് മാറാറ്. ഇപ്പോൾ ഞാനും വിന്ധ്യ ഒന്ന് അടികൂടി. അവിടുന്ന് ക്യാരംസ് കളിക്കാൻ ഇരുന്ന ഞാൻ അവിടുന്ന് അടികൂടി ചീട്ട് കളിക്കാൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇടിയായി. ഇടി എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇടിയൊന്നുമല്ല കേട്ടോ, ചെറിയ ഇടിയാണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള വഴക്കുകളാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ഡിസ്കഷനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇടികൂടിയ ഞാനും വിന്ധ്യയും പിന്നെ ഒരു ടീമായി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചീട്ട് കളിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ചീട്ട് കളിക്കാൻ വേണ്ടി വന്നിരുന്നെങ്കിലും എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല. ഇവരെല്ലാവരും എന്നെ പഠിപ്പിച്ചൊക്കെ തരുന്നുണ്ട്, പക്ഷേ എനിക്ക് എത്ര പഠിപ്പിച്ചു തന്നാലും ഇത് മനസ്സിലാവാറില്ല. ഇതുപോലെ തന്നെ കുറേ നാളെടുത്തിട്ടാണ് ഞാൻ യൂനോ കളിക്കാൻ പഠിച്ചത്. പക്ഷേ ഇന്ന് യൂനോയുടെ കാർഡ് മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചീട്ട് കളിച്ചു. പിന്നെ അന്നത്തെ ഫണ്ണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. താങ്ക് യു.